കാരാഗൃഹത്തിൽ അവതരിച്ച ഭഗവാനെ വസുദേവൻ സ്തുതിച്ച ശേഷം കിരീടം, മകരകുണ്ഡലം, 4 കൈകൾ മുതലായ ലക്ഷണങ്ങൾ കൊണ്ട് മഹാപുരുഷനായ വിഷ്ണു തൻ്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നു എന്നറിഞ്ഞ ദേവകി ഇതുവരെ കംസനിൽ നിന്നുള്ള ഭയത്തോടു കൂടിയവളായിരുന്നുവെങ്കിലും ഇപ്പോൾ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസം ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിലെ 24 മുതൽ 31 വരെയുള്ള 8 ശ്ലോകങ്ങളാണ് ദേവകീ സ്തുതി. 1-ാമത്തെ ശ്ലോകം. ദേവക്യുവാച രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപക. ദേഹം, ഇന്ദ്രിയം, ബുദ്ധി മുതലായവയെ പ്രകാശിപ്പിച്ചും കൊണ്ട് അന്യപ്രകാശത്തിൻ്റെ അപേക്ഷ കൂടാതെ സ്വയമേവ പ്രകാശിപ്പിച്ചും എല്ലാറ്റിനും ആദി കാരണമായും ഏതു കാലത്തും നാശമില്ലാത്തതായും വികാരമില്ലാത്തതായും പ്രകൃതി കാര്യങ്ങളായ ഗുണങ്ങളിൽ നിന്ന് അതിക്രമിച്ചതായും ക്രിയാരഹിതമായും സർവത്ര വ്യാപിച്ചതായും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതായും ജാതി, ഗുണം, ക്രിയ, അവയവം എന്നീ വിശേഷങ്ങൾ ഇല്ലാത്തതുമായിരിക്കുന്ന ഏതൊരു വസ്തുവിനെക്കുറിച്ച് വേദങ്ങൾ പ്രതിപാദിക്കുന്നുവോ ആ പരമാനന്ദ സ്വരൂപനായ സാക്ഷാൽ മഹാവിഷ്ണു അങ്ങുതന്നെ. 2-ാമത്തെ ശ്ലോകം. നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിബോധം ഗതേഷു വ്യക്തേ അവ്യക്തം കാലവേഗേന യാതേ ഭവാനേകശിഷ്യതേ ശേഷസംജ്ഞഃ. ദ്വിപരാർദ്ധാവസാനത്തിൽ, അതായത് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്തിൻ്റെ അവസാനത്തിൽ ലോകം നശിക്കുകയും മഹാഭൂതങ്ങൾ ആദിഭൂതത്തെ ഗമിക്കുകയും വ്യക്തം കാലവേഗം കൊണ്ട് അവ്യക്തമായിട്ട് ഭവിക്കുകയും ചെയ്യുമ്പോൾ അശേഷം എന്ന സംജ്ഞയോടുകൂടിയ അങ്ങ് ഏകൻ മാത്രം അവശേഷിക്കുന്നു. മഹാപ്രളയത്തിൽ കൂടി നശിക്കാതിരിക്കുന്നവന് എങ്ങനെ ഭയമുണ്ടാകും എന്ന് ഉറപ്പിക്കുന്നു. 3-ാമത്തെ ശ്ലോകം. യോയം കാലസ്തസ്യ തേ വ്യക്തബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടതേയേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയാം സ്തം ത്വേശാനം ക്ഷേമധാമ പ്രപദ്യേ. ലോകത്തെ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും കൊണ്ട് ക്രീഡിക്കുന്ന ഹേ അവ്യക്തബന്ധോ, നിമേഷം മുതൽ വത്സരം വരെയുള്ള കാലം ആവർത്തിച്ച് ദ്വിപരാർദ്ധം എന്ന ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം വരെ വർദ്ധിക്കുന്നു. ഇത്ര മഹത്തായിരിക്കുന്ന ഈ കാലത്തിൻ്റെ ഗതിവേഗത്തിൽ ലോകം വ്യാപരിക്കുന്നു. ഈ കാലവും അങ്ങയുടെ ശക്തിവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് മഹാന്മാർ പറയുന്നു. അതുകൊണ്ട് കാലത്തിൻ്റെ നിയന്താവും അഭയസ്ഥാനവും ആയിരിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈശ്വരനായ അങ്ങയ്ക്ക് ശരണം പ്രാപിച്ച എൻ്റെ ഭയത്തെ തീർക്കുന്നത് എത്രയോ ചെറിയ കാര്യമാകുന്നുവെന്ന് സാരം. 4-ാമത്തെ ശ്ലോകം. മർത്യോ മൃത്യുകാളഭീതപലായൻ ലോകാൻ സർവാൻ നിർഭയം നാദ്യഗച്ഛത് ത്വത്പാദാബ്ജം പ്രാപ്യ യദൃച്ഛയാദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദപൈതി. ജനനം, മരണം എന്നിങ്ങനെയുള്ള ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജനം മരണമാകുന്ന സർപ്പത്തിൻ്റെ മുഖത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്തു മാർഗം എന്നാലോചിക്കുന്നു. ഏതോ വിധമുള്ള ഒരു മഹാപുണ്യകർമ്മത്തിൻ്റെ ഫലമായി ആനന്ദസ്വരൂപനായ അങ്ങയുടെ പാദപത്മത്തെയാണ് സേവിക്കേണ്ടതെന്ന് ഉറച്ച് അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ അങ്ങയുടെ കാരുണ്യത്തിനു പാത്രമായി ഭവിക്കുന്ന ആ മഹാപുരുഷൻ അങ്ങാകുന്ന ആത്മാവിൽ തന്നെ നിർഭയനായിരുന്ന് ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ മൃത്യു അവനെ ഭയപ്പെടുന്നു. പിന്നെ അവന് മരണഭീതി ഇല്ലാതാകുന്നു. 5-ാമത്തെ ശ്ലോകം. സത്വം ഘോരാതുഗ്രസേനാത്മജാന്നഃ സ്ത്രാഹിത്രസ്താൻ ഭൃത്യവിത്രാസഹാസി രൂപം ഛേദം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ടാഃ. സർവസംസാര ദുഃഖത്തെയും നശിപ്പിക്കുന്നവനും ഭൃത്യന്മാർക്ക് അഭയം നൽകുന്നവനുമായ അങ്ങ് കംസനിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ സേവകരായ ഞങ്ങളെ രക്ഷിക്കണമേ. മാത്രമല്ല യോഗികൾക്ക് ധ്യാനിപ്പാൻ യോഗമായതും ചതുർഭുജാതി ലക്ഷണങ്ങളോട് കൂടിയതുമായ അങ്ങയുടെ ഈ അപ്രാകൃതമായ സ്വരൂപം സാധാരണ മനുഷ്യരുടെ കണ്ണുകൾക്ക് വിഷയമാക്കി ചെയ്യാതിരിക്കാനും കരുണ ഉണ്ടാകണമേ. 6-ാമത്തെ ശ്ലോകം. ജന്മതേ മയ്യസൗ പാപോ മാ വിദ്യാൻ മധുസൂദന
സമുദ്ദിജേഭവദ്ധ്യേതോഹോ കംസാദഹമതീരദീഹി. അല്ലയോ മധുസൂദന, അങ്ങെന്നിൽ അവതരിച്ചിരിക്കുന്നുവെന്ന് പാപാചാരനായ ഇവൻ അറിയാതിരിക്കണം. അങ്ങയെ നശിപ്പിക്കാൻ അവൻ ശക്തനല്ല. എങ്കിലും എൻ്റെ ബുദ്ധി ചാബല്യം നിമിത്തം എനിക്ക് അങ്ങയെക്കുറിച്ച് കംസനിൽ നിന്ന് ഭയമുണ്ടാകുന്നു. ഈ ഭയം കരുണ നിമിത്തം ഉണ്ടായതാകുന്നു. ഭഗവത് പ്രഭാവത്തെ അറിഞ്ഞിരുന്നാലും പുത്രൻ എന്ന മമത നിമിത്തം മനുഷ്യ സ്വഭാവത്താലുണ്ടായ കരുണയുടെ ബാഹ്യമായ ഒരംഗമായിട്ടും ഈ പ്രാർത്ഥനയെ കരുതാം. 7-ാമത്തെ ശ്ലോകം. ഉപസംഹര വിശ്വാത്മൻ അതോ രൂപമലൗകികം ശംഖചക്രഗദാ പത്മശ്രിയാജുഷ്ടം ചതുർഭുജം. ലോകത്തിൽ സാധാരണ കാണപ്പെടാത്തതും ശംഖചക്രഗദാപത്മങ്ങളാകുന്ന ദിവ്യായുധങ്ങൾ കൊണ്ട് അത്യന്തം പ്രകാശിക്കുന്ന 4 കൈകളോട് കൂടിയതുമായ ഈ ദിവ്യ വിഗ്രഹത്തെ മാറ്റി സാധാരണമായ ഒരു സ്വരൂപത്തെ സ്വീകരിക്കണമേ. 8-ാമത്തെ ശ്ലോകം. വിശ്വം യഥേതത് സ്വതനൗ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവാൻ ബിഭർത്തി സോയം മമ ഗർഭഗോഭൂത് അഹോ നൃലോകസ്യ വിഡംബനം ഹി തത്. പ്രളയകാലത്തിൽ ഈ ലോകമൊക്കെയും അങ്ങയുടെ കുക്ഷിയിൽ ഒന്നോടൊന്ന് തൊടാതെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ സൃഷ്ടിയുടെ സമയത്ത് ഈ ലോകം പ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ